നമസ്കാരം, ധനുസ് PSC ടിപ്സ് ആണ്. ലാസ്റ്റ് ഗേറ്റ് സർവൻസിൻ്റെ ബയോളജി ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ 1-2 ഘട്ടങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അനുബന്ധ ഭാഗങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് നോക്കാം. ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിന് ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് രേഖപ്പെടുത്തുവാനുള്ള യൂണിറ്റ് ഏതാണ്? കലോറി. ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിന് ലഭിക്കുന്ന പ്രധാന ധാന്യങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാര, അന്നജം. 1 ഗ്രാം ധാന്യത്തിൽ നിന്നും എത്ര കലോറി ഊർജം ശരീരത്തിന് ലഭിക്കുന്നുണ്ട്? 4 കലോറി ഊർജമാണ് ലഭിക്കുന്നത്. ശരീരത്തിന് ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം നൽകുന്ന പോഷകം ഏതാണ്? കൊഴുപ്പാണ്. 1 ഗ്രാം കൊഴുപ്പിൽ നിന്നും എത്ര കലോറി ഊർജം ലഭിക്കുന്നു? 9.3 കലോറി ഊർജമാണ് ലഭിക്കുന്നത്. കോശങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന പോഷകം ഏതാണ്? മാംസ്യം. 1 ഗ്രാം മാംസ്യം ശരീരത്തിന് എത്ര കലോറി ഊർജം നൽകുന്നു? 4 കലോറി ഊർജം നൽകുന്നു. അടുത്തത് കഴിഞ്ഞ LGS 2ാം ഘട്ടത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ബയോളജി ക്വസ്റ്റ്യൻ നോക്കിയോളാം. മലമ്പനി രോഗാണുവിനെ കണ്ടെത്തിയത് റൊണാൾഡ് റോസാണ്. പ്ലാസ്മോഡിയം രോഗാണു എന്ന് പറയുന്നതിൻ്റെ പ്ലാസ്മോഡിയമാണ്. പ്ലാസ്മോഡിയം വൈവാക്സ്. പരത്തുന്നത് ആരാണ്? മലമ്പനി അല്ലെങ്കിൽ മലേറിയ പരത്തുന്നത് ആരാണ്? അനാഫിലിസ് പെൺകൊതുകൾ, ഫീമെയിൽ അനാഫിലിസ് മസ്കിറ്റോ. ഔഷധം ക്വിനൈനാണ്. പിന്നെ ക്വിനൈൻ വേർതിരിച്ചെടുക്കുന്ന എവിടെ നിന്നാണ്? സിങ്കോണ എന്ന സസ്യത്തിൽ നിന്നുമാണ്. സിങ്കോണ എന്ന സസ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഭാഗത്തു നിന്നുള്ളവയാണ്. അടുത്തത്, മാംസത്തിൻ്റെ കുറവ് മൂലം കുട്ടികളിലുണ്ടാവുന്ന രോഗം ഏതാണ്? ക്വാർഷിയോർക്കർ. മാംസ്യം, ഊർജ്ജദായക ഭക്ഷണങ്ങൾ എന്നിവയുടെ അഭാവത്തിൽ കുട്ടികളിലുണ്ടാകുന്ന രോഗം ഏതാണ്? മരാസ്മസ്. അടുത്തത്, ശരീരത്തിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ട പോഷകങ്ങൾ ഏതൊക്കെയാണ്? ധാതുക്കൾ. ശരീരത്തിന് ഏറ്റവും ആവശ്യം വേണ്ടത് എത്ര ധാതു മൂലകങ്ങളാണ്? 13 എണ്ണമാണ്. അടുത്ത് നോക്കാം. ഭക്ഷണത്തെ ശരീരം ഊർജമാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളിലെ പ്രധാന രാസനിയന്ത്രണ ഘടകങ്ങൾ ഏതൊക്കെയാണ്? വിറ്റമിനുകളാണ്. വിറ്റമിൻ എന്ന വാക്ക് പറഞ്ഞത് ആരാണ്? കാസിമിർ ഫങ്ക് അല്ലേ? ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകൾ ഏതൊക്കെയാണ്? വിറ്റമിൻ ബി കോംപ്ലക്സ് ആൻഡ് വിറ്റമിൻ സി. ബി ആൻഡ് സി ആണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകൾ. അടുത്തത്, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിൻ ഏതൊക്കെയാണ്? വൈറ്റമിൻ ADEK. അഡക്ക് എന്ന് പറയാല്ലേ, അഡക്ക്. നെക്സ്റ്റ്, റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ A ആണ്. കണ്ണുകളുടെ ആരോഗ്യത്തിൽ വളരെ പ്രാധാന്യമുള്ള വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ A ആണ്. വിറ്റമിൻ A ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ക്യാരറ്റ്, കരൾ, മധുരക്കിഴങ്ങ്, മുട്ട എന്നിവയാണ്. നെക്സ്റ്റ് വൺ, വിറ്റമിൻ Aയുടെ കുറവ് മൂലം ഉണ്ടാകാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? സിറോഫ്താൽമിയ ആൻഡ് മാലക്കണ്ണ്. സിറോഫ്താൽമിയയും മാലക്കണ്ണുമാണ് വിറ്റമിൻ Aയുടെ കുറവ് മൂലം ഉണ്ടാകാവുന്ന രോഗങ്ങൾ. അടുത്തത്, ചോദിക്കാൻ സാധ്യതകൾ നോക്കിക്കോണം. ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പോഷകഘടകങ്ങൾ ഏതൊക്കെ? അരി, ഗോതമ്പ് എന്നിവ അടങ്ങിയിരിക്കുന്ന ധാന്യങ്ങളാണ്. മാംസ്യം വരുന്നത് പരിപ്പ്, പയറുവർഗ്ഗങ്ങളിലൊക്കെയാണ്. കൊഴുപ്പുകൾ നാളികേരം, നമുക്കറിയാവുന്ന ഭക്ഷണങ്ങളാണ് അല്ലേ? ജീവകങ്ങൾ വരുന്നത് ഇലക്കറികളിലും നെല്ലിക്കയിലുമൊക്കെയാണ്. ധാതുക്കൾ ഇലക്കറികൾ, കൂവരക് തുടങ്ങിയവ ഉൾപ്പെടുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ, മനുഷ്യന് ഭക്ഷ്യയോഗ്യമായ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഏക ഷഡ്പദം ഏതാണ്? തേനീച്ച. ലോകത്തിലെ ഏറ്റവും അധികം പേർ കഴിക്കുന്ന ഭക്ഷണം ഏതാണ്? അരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കഴിഞ്ഞ ഘട്ട LGS ചോദിച്ചാണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കുറയുന്ന രോഗം ഏതാണ്? മാലക്കണ്ണ് അഥവാ നിശാന്തത. മാലക്കണ്ണ് അഥവാ നിശാന്തതയാണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കുറവ് തോന്നുന്നത്. നെക്സ്റ്റ്, പ്രധാനപ്പെട്ട ബി കോംപ്ലക്സ് വിറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B1. അരിയുടെ തവിടിൽ അടങ്ങിയിട്ടുള്ള ജീവകം ഏതാണ്? തയമിൻ. തയമിൻ്റെ കുറവ് മൂലം ഉണ്ടാകാവുന്ന രോഗം ഏതാണ്? ബെറിബറി. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബെറിബറി എന്ന രോഗം ബാധിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ്. ഏത് ഭാഗത്തെയാണ്? നാഡികളെ. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബെറിബറി എന്ന രോഗം ബാധിക്കുന്നത്? നാഡികളെയാണ്. ജീവകം B2വിൻ്റെ മറ്റൊരു പേര് എന്താണ്? ജീവകം B2വിൻ്റെ മറ്റൊരു പേരെന്താണ്? റൈബോഫ്ലേവിൻ. അടുത്തത്,
പാൽ, പാൽക്കട്ടി എന്നിവയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ജീവകം ഏതാണ്? ജീവകം B2 ആണ്. ജീവകം B2 ആണ്. അടുത്തത് നിയാസിൻ എന്നും അറിയപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ B3. വിറ്റമിൻ B3യുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗം ഏതാണ്? പെല്ലാഗ്ര. വിറ്റമിൻ B3യുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗം ഏതാണ്? പെല്ലാഗ്ര എന്ന് പറയാം. അടുത്തത് പാൻറ്റോത്തിനിക് ആസിഡ് എന്ന് അറിയപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ B5. പിരിഡോക്സിൻ B6. ബയോട്ടിൻ എന്ന് പറഞ്ഞാൽ BH. B7 BH ബയോട്ടിൻ. B7 ബയോട്ടിൻ. B9 എന്നറിയപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? ഫോളിക് ആസിഡ്. ശരീരത്തിൽ രക്തനിർമ്മിതിക്ക് ആവശ്യമായ വിറ്റമിൻ ഏതാണ്? രക്തനിർമ്മിതിക്ക് ആവശ്യമായ വിറ്റമിൻ ഏതാണ്? ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകാവുന്ന രോഗാവസ്ഥ ഏതാണ്? വിളർച്ച. ഫോളിക് ആസിഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകാവുന്ന രോഗാവസ്ഥ ഏതാണ്? വിളർച്ച. അടുത്ത് നോക്കിക്കോളൂ. വിറ്റമിൻ B12 അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? കോബലാമിൻ. കോബലാമിൻ എന്ന് പറയും. വിറ്റമിൻ B12 കോബലാമിൻ, സൈനക്കോബലാമിൻ. നെക്സ്റ്റ് വൺ, തലച്ചോറ്, നാഡികൾ എന്നിവയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യ വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ B12. തലച്ചോറ്, നാഡികൾ എന്നിവയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റമിൻ ഏതാണ്? വിറ്റാമിൻ B12 ആണ്. അടുത്തത് രക്തക്കുഴലുകൾ, മോണ എന്നിവയുടെ ആരോഗ്യത്തിൽ ഏറ്റവും വലിയ പങ്കുള്ള വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ സി. ചൂടാക്കി നഷ്ടമാകുന്ന വിറ്റമിൻ ഏതാണ്? അറിയാം, വിറ്റമിൻ സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ സി. വിറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന ഏതാണ്? സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് കാൽസിഫറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ തൊലിയിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റമിൻ? വിറ്റമിൻ ഡി. സൂര്യപ്രകാശ വിറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? വിറ്റമിൻ ഡി. ജീവകം ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? കണാരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ്. പച്ചക്കറികളിൽ ഒന്നിലും ഇല്ലാത്ത ജീവകം ഏതാണ്? ജീവകം ഡി. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ ഇ. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യം വേണ്ട വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ ഇ. ഓക്കെ, നോക്കൂ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ കെ ആണ്. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ പ്രോത്രോംബിൻ കരളിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വിറ്റമിൻ്റെ സാന്നിധ്യത്തിലാണ്? വൈറ്റമിൻ കെ. ഹോർമോണിൻ്റെ ധർമ്മം കൂടി നിർവഹിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി. ആൻറ്റി ഓക്സിഡൻറ്റുകളുമായി പ്രവർത്തിക്കുന്ന വിറ്റമിൻ ഏതാണ്? ആൻറ്റി ഓക്സിഡൻറ്റ് പ്രതിരോധിക്കാൻ വിറ്റമിൻ സി, ഇയുമാണ്. മുട്ടയിൽ അടങ്ങിയിട്ടില്ലാത്ത വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഓസ്റ്റിയോമലേഷ്യ എന്ന രോഗത്തിന് കാരണം ഏത് വിറ്റമിൻ്റെ അപര്യാപ്തതയാണ്? വിറ്റമിൻ ഡി. മാർക്ക് ചെയ്തോളൂ. ഓസ്റ്റിയോമലേഷ്യ എന്ന രോഗത്തിന് കാരണം ഏത് വിറ്റമിനാണ്? അതിൻ്റെ അപര്യാപ്തതയാണ് വിറ്റമിൻ ഡിയുടെ അപര്യാപ്തതയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ്. ചുവന്ന രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ ഘടകം ഏതാണ്? ഇരുമ്പാണ്. ഇരുമ്പ്. ചുവന്ന രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ ഘടകം എന്താണ്? ഇരുമ്പാണ്. നെക്സ്റ്റ് വൺ, കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏതാണ്? വിറ്റാമിനാണ്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏതാണ്? വിറ്റാമിനുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലേറിയ രോഗം പരത്തുന്നത് ആരാണത്? അനാഫിലിസ് കൊതുകുകളാണ്. ഓപ്ഷൻ എ ആണ്. അനാഫിലിസ് കൊതുകുകളാണ് മലേറിയ രോഗം പരത്തുന്നത്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ പകരാത്ത രോഗം ഏത്? അപസ്മാരം, തലവേദന, വയറുവേദന ഇവയെല്ലാം പകരാത്ത രോഗം ഏതാണ്? ഇവയെല്ലാം പകരാത്ത രോഗം. അപസ്മാരം ഒരാൾക്ക് പകരില്ല, തലവേദന പകരില്ല, ഇവയെല്ലാം എന്നാണ് ഉത്തരം. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ലാണ്. തുടയെല്ലാണ് ഏറ്റവും വലിയ അസ്ഥി. ഏറ്റവും ചെറിയ അസ്ഥി ഏതെന്നറിയോ? ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ് അല്ലേ? നമ്മുടെ ചെവിയിലെ സ്റ്റേപ്പീസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയെല്ലാണ്. നെക്സ്റ്റ് വൺ, മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര? ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 46 എണ്ണമാണ് ക്രോമസോമുകളുടെ എണ്ണം അല്ലേ? ജോഡി ചോദിച്ചാലോ 23 ജോഡി.
മനുഷ്യൻ്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 22 എണ്ണമാണ്. 22 എണ്ണമാണ് തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം. കഴുത്തിൽ എത്ര എണ്ണമുണ്ട്? 7 അസ്ഥി. കഴുത്തിൽ 7 അസ്ഥികളുണ്ട്. അടുത്തത്, മനുഷ്യശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം ഏതാണ്? തലയോട്, നഖങ്ങൾ, പല്ലിലെ ഇനാമൽ, നാഡീകോശം. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, പല്ലിലെ ഇനാമലാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം. നെക്സ്റ്റ് വൺ, മനുഷ്യശരീരത്തിലെ സാധാരണ ഊഷ്മാവ് എത്രയാണ്? സാധാരണ ഊഷ്മാവ് എത്രയാണ്? 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ് സാധാരണ ഊഷ്മാവ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ആൻസർ ഈസ്, അറിയാം, കരൾ. ഇപ്പോൾ ചോദിച്ചു പോയി അല്ലേ? കരളാണ് ഏറ്റവും വലിയ ഗ്രന്ഥി. നെക്സ്റ്റ് വൺ, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ടൈലിൻ. ഓപ്ഷൻ സി, ടൈലിനാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷയരോഗത്തിനെതിരായ കുത്തിവയ്പ്പ് ഏതാണ്? ഏതാണ്? ആൻസർ ഈസ്, ഏതാണ്? ക്ഷയരോഗത്തിനെതിരായ കുത്തിവയ്പ്പ് ഏതാണ്? അറിയാം, BCG. വേഗം നോക്കാം. നെക്സ്റ്റ് വൺ, മനുഷ്യനിൽ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? മനുഷ്യനിൽ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? വായിൽ. നെക്സ്റ്റ് വൺ, രോഗത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നത് ആരാണ്? ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നത് ആരാണ്? ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കളാണ്. നെക്സ്റ്റ് വൺ, ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന അവയവം. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന അവയവം ഏതാണ്? ആന്തരകർണം. ചെവിയുടെ ആന്തരകർണം അല്ലേ? ബാഹ്യകർണം, ആന്തരകർണം, മധ്യകർണം. ആന്തരകർണം 3 ഭാഗമുണ്ടല്ലോ അല്ലേ? അപ്പോൾ ആന്തരകർണമാണ് ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന അവയവം, നിലനിർത്തുന്ന അവയവം. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന അവയവം ഏതാണ്? ആന്തരകർണം. ഒരു സമീകൃത ആഹാരമായതാണ്? പാലാണ്. പാൽ. അടുത്ത ക്വസ്റ്റ്യൻ, മന്ദരോഗം പരത്തുന്ന കൊതുക് ഏതാണ്? അനാഫിലിസ് പെൺകൊതുകുകൾ. അനാഫിലിസ് പെൺകൊതുകുകളാണ്. 1 മിനിറ്റ് മാർക്ക് ചെയ്തൊക്കെ നീ തെറ്റിപ്പോയി ഒരു പക്ഷേ. ആൻസർ ക്യൂലെക്സ് കൊതുക്. മന്ദരോഗം ക്യൂലെക്സ് കൊതുകുകളാണ്. ക്യൂലെക്സ് കൊതുകുകൾ മറ്റാരും മാർക്ക് ചെയ്തതാണ്. മന്ദരോഗം ക്യൂലെക്സ് കൊതുകുകളാണ്. ക്യൂലെക്സ് പെൺകൊതുകാണ് മന്ദരോഗം. അനാഫിലിസ് മസ്കിറ്റോ ഏതാണ്? മലമ്പനിയാണ് അല്ലേ? പ്ലാസ്മോഡിയം. അനാഫിലിസ് മസ്കിറ്റോ. ക്യൂലെക്സ് പെൺകൊതുകാണ് മന്ദരോഗം. ഓക്കെ. മലമ്പനിക്ക് കാരണമായ രോഗമാണോ പ്ലാസ്മോഡിയം? എന്താ ക്വസ്റ്റ്യൻ വന്നേക്കുന്നുണ്ടോ? അത് മലമ്പനിക്ക് കാരണം ഇതെന്നെ നോക്കണമായിരുന്നു അല്ലേ? മലമ്പനിക്ക് കാരണമായ രോഗമാണ് ഏതാണ്? പ്ലാസ്മോഡിയം. നിശാന്തതയ്ക്ക് കാരണമായ വിറ്റമിൻ ഡാഷിൻ്റെ അഭാവം മൂലമാണ്. അതും ആരാ തെറ്റി വെച്ചേക്കുന്നത്? നിശാന്തതയ്ക്ക് കാരണമായത് എന്തിൻ്റെ അഭാവമാണ്? നിശാന്തതയ്ക്ക് കാരണമാകുന്നത് വിറ്റമിൻ എ അല്ലേ? നമുക്കറിയാം ആൻസർ വിറ്റമിൻ എ ആണ്. ഓക്കെ. അടുത്തത്, വിറ്റമിൻ സിയുടെ കുറവുമൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റമിൻ സിയുടെ കുറവുമൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, എന്താ അറിയാലോ? സ്കാർവി തന്നെയാണ്. ട്രിപ്പിൾ ആൻറ്റിജൻ കുത്തിവയ്ക്കുന്ന ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ്? ട്രിപ്പിൾ ആൻറ്റിജൻ കുത്തിവയ്ക്കുന്നത് ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ്? ഓപ്ഷൻ എ തന്നെ ആൻസർ. ഡിഫ്തീരിയ, വില്ലൻ ചുമ ആൻഡ് ടെറ്റനസ്. ഡിഫ്തീരിയ, വില്ലൻ ചുമ ആൻഡ് ടെറ്റനസ്. നെക്സ്റ്റ് വൺ, അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഗോയിറ്റർ. അയഡിൻ്റെ കുറവ് മൂലമുള്ള രോഗം ഏതാണ്? ഗോയിറ്റർ. നെക്സ്റ്റ് വൺ, ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? അറിയാം, വിറ്റമിൻ സി ആണ്. വിറ്റമിൻ സി ആണ്. നെക്സ്റ്റ് വൺ, ശരീര വളർച്ചയ്ക്കും ശരീരത്തിൻ്റെ കേടുപാട് തീർക്കുന്നതിനും ആവശ്യമായ ഭക്ഷണ ഘടകം ഏതാണ്? കേടുപാട് തീർക്കാൻ പ്രോട്ടീൻ. കേടുപാട് തീർക്കാൻ പ്രോട്ടീൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ, മനുഷ്യശരീരത്തിലെ രക്തം ശുദ്ധിയാക്കുന്ന അവയവം ഏതാണ്? രക്തം ശുദ്ധിയാക്കുന്ന അവയവം ഏതാണ്? വൃക്കയാണ്. രക്തം ശുദ്ധിയാക്കുന്ന അവയവം ഏതാണ്? വൃക്കയാണ്. അടുത്തത്, മെനിഞ്ചൈറ്റിസ് രോഗം ബാധിക്കുന്ന ഏതിനെയാണ്? തലച്ചോറിന് അല്ലേ? തലച്ചോറിൻ്റെ പുറത്തെ ആവരണമാണ് മെനിഞ്ചസ്. അതിനെ ബാധിക്കുന്ന അസുഖമാണെന്ത്? മെനിഞ്ചൈറ്റിസ്.
സാധാരണ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? എല്ലാവർക്കും സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ആൻസർ അറിയാം, O ഗ്രൂപ്പ്. O ഗ്രൂപ്പാണ് സാധാരണ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ്. O ഗ്രൂപ്പാണ്. ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ആദ്യമായി ഹൃദയം മാറ്റി ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ആൻസർ എന്താണ് നമുക്കറിയാവുന്നത്? ക്രിസ്ത്യൻ ബർണാഡ്. ക്രിസ്ത്യൻ ബർണാഡ്. ക്രിസ്ത്യൻ ബർണാഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ശരീരോഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം. ശരീരോഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഏത് ഉപകരണം കൊണ്ടാണ് ശരീരത്തിൻ്റെ ഊഷ്മാവ് അളക്കുന്നത്? ആൻസർ എന്താണ്? തെർമോമീറ്റർ. ഓപ്ഷൻ ബി തെർമോമീറ്റർ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ. പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്? പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ്. നെക്സ്റ്റ്, സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തവിഭാഗം. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോണർ. ക്വസ്റ്റ്യൻ നമ്പർ 44ൻ്റെ ആൻസർ O അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയല്ലോ. ഇത് നോക്കിക്കോളൂ, സാധാരണ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ് ആൻസർ എന്ത് തന്നെയാണ്? O ആണ്. എന്നാൽ സാർവിക സ്വീകർത്താവ് ആരാണ്? AB പോസിറ്റീവ്. സാർവത്രിക സ്വീകർത്താവ് AB പോസിറ്റീവ് ആണ്. ഓക്കെ, എല്ലാവർക്കും സ്വീകരിക്കാവുന്നത് O ഗ്രൂപ്പ്. ആരുടെ വേണേലും സ്വീകരിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ന്യൂമോണിയ ബാധിക്കുന്ന ഏത് ഭാഗത്തെയാണ് അറിയാൻ പറ്റും നമുക്ക്? ശ്വാസകോശത്തെ. പ്രത്യുൽപാദന അവയവങ്ങൾക്ക് ധർമ്മങ്ങൾക്ക് ആവശ്യം വിറ്റമിൻ ഏതാണ്? അറിയാം, വിറ്റമിൻ E ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വൃക്കകളുടെ പ്രവർത്തിക്ഷയത്തെ വിളിക്കുന്ന പേരെന്താണ്? യുറീമിയ. വൃക്കയിൽ കല്ലുകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേദന റിയൽക്കോളിക്കാണ്. ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ E ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോശം ഒട്ടകപ്പക്ഷിയുടെ മുട്ട. ലോകത്തിലെ ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസ്മ. നോക്കട്ടെ, അടുത്തത്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ കോശം ആണ്? അണ്ഡമാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? പുംബീജമാണ്. മറ്റൊന്നുകൂടി. ഗർഭാശയ ശിശുവിനെ സംരക്ഷിക്കുന്ന ദ്രാവകത്തിൻ്റെ പേരെന്താണ്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നു. അമ്നിയോട്ടിക് ഫ്ലൂയിഡാണ്. ക്വസ്റ്റ്യൻസ്. വായുവിൽ കൂടി പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നോക്കി വെച്ചോളൂ. ജലദോഷം, ഇൻഫ്ലുവൻസ, അഞ്ചാമ്പനി. നെക്സ്റ്റ് വൺ. പരസ്പര സമ്പർക്കം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കുഷ്ഠം, ചൊറി, എയ്ഡ്സ്. നെക്സ്റ്റ് വൺ. ചുവന്ന രക്താണുക്കൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അസ്ഥി മജ്ജയിൽ നിന്നും. നെക്സ്റ്റ് വൺ. ടെറ്റനസ് എന്ന രോഗത്തിന് കാരണക്കാരൻ ആരാണ്? കാരണക്കാരൻ? ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഒരു കോശത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന ആരാണ്? DNA. നിർത്തുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.